നമസ്കാരം. കഴിഞ്ഞ ദിവസം ശ്രീലക്ഷ്മി അറക്കൽ എന്നൊരു പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടതായി ഞാൻ അറിഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടില്ല. പോസ്റ്റാണോ വീഡിയോ ആണോ എന്നറിയത്തില്ല. എങ്കിലും ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞതിനെതിരെ ഒത്തിരിയും വിമർശനങ്ങൾ പൊതുമാധ്യമങ്ങളിൽ ഞാൻ കണ്ടു, ഫേസ്ബുക്കിലും മറ്റും കണ്ടു. ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞത് ഓവുലേഷൻ ടൈമിൽ സ്ത്രീകൾക്ക് വളരെയേറെ വികാരം തോന്നും, ആരെ കിട്ടിയാലും ശാരീരികമായി ബന്ധപ്പെടണം എന്ന് തോന്നും എന്നുള്ളതാണ് ഞാൻ കണ്ടത്. അങ്ങനെയാണോ അവർ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. യഥാർത്ഥത്തിൽ ഈ ഓവുലേഷൻ ടൈമിൽ സ്ത്രീകൾക്ക് വളരെയേറെ വികാരം കൂടും. അത് ഹോർമോൺ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഓവുലേഷൻ സമയത്ത് സ്ത്രീക്ക് പുരുഷനുമായി ബന്ധപ്പെടാൻ വിടുന്നതിന് വേണ്ടി കൂടുതൽ വികാരം പ്രകൃതി നൽകിയിരിക്കുന്നതാണ്. അത് സ്ത്രീ അതിന് മുൻകൈ എടുക്കും. ആ സമയത്ത് യാതൊരു സംശയമുണ്ട്, അവർ പറഞ്ഞത് വാസ്തവമാണ്. പിന്നെ ആരെ കണ്ടാലും ബന്ധപ്പെടണം എന്ന് തോന്നും എന്ന് പറഞ്ഞത് ഒരു എക്സാഗ്രേഷൻ മാത്രമാണ്, അതിശയോക്തി മാത്രമാണ്. അവർ അതിൻ്റെ തീവ്രത കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ ആരെ കണ്ടാലും ബന്ധപ്പെടാൻ ഒരു സ്ത്രീ മുതിരത്തില്ല. അതിൻ്റെ തീവ്രത വാനോളം വലുത് എന്ന് പറയത്തില്ലയോ? വാനോളം വലുത്. വാനോളം ആർക്കെങ്കിലും വലുതാകാൻ പറ്റുമോ? വാനോളം പുകഴ്ത്തുക, വാനോളം ആർക്കെങ്കിലും പുകഴ്ത്താൻ പറ്റുമോ? അതിന് ആ വാച്യാർത്ഥം എടുക്കരുത്, അതിൻ്റെ വ്യംഗ്യാർത്ഥം എടുക്കണം, അതിൻ്റെ ആന്തരികാർത്ഥം എടുക്കണം. ഓവുലേഷൻ ടൈമിൽ മനുഷ്യന് മാത്രമല്ല എല്ലാ മൃഗങ്ങൾക്കും, പെൺമൃഗങ്ങൾക്ക് വികാര കൂടുതൽ വരും. അത് പ്രകൃതി നൽകിയിരിക്കുന്നതാണ്. സാധാരണ ഉള്ളതിനേക്കാൾ സ്ത്രീക്ക് വളരെയേറെ ഇരട്ടി വികാരം ഓവുലേഷൻ ടൈമിൽ ഉണ്ടാകും. അത് പ്രകൃതിപരമായതുകൊണ്ട് അതിനെ ആർക്കും നിഷേധിക്കാനും പറ്റില്ല. അത് സയൻസാണ്, അത് ശാസ്ത്രമാണ്. അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല, അവരെ ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല. ഇനിയും ഉള്ള ചോദ്യം, പുരുഷന് ഇങ്ങനെയുള്ള മൂഡ് വ്യതിയാനങ്ങൾ ഉണ്ടോ? പുരുഷൻ യഥാർത്ഥത്തിൽ ശാരീരികമായി മൂഡ് വ്യതിയാനങ്ങളുണ്ടോ? പുരുഷൻ മൂഡ് വ്യതിയാനങ്ങളുണ്ട് ലൈംഗികതയിൽ. പക്ഷെ അത് ഹോർമോൺ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നുമല്ല. അവൻ്റെ ഓരോരോ സന്തോഷവും അല്ലെങ്കിൽ ടെൻഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ സെക്സ് കുറയും. അല്ലാത്ത സമയത്ത് അവന് സെക്സ് കൂടും. പക്ഷെ അത് പ്രത്യേക ഒരു ഹോർമോൺ കൊണ്ടുണ്ടാകുന്നതോ ഓവുലേഷൻ ടൈമോ ഒന്നും പുരുഷനില്ല. പുരുഷൻ ശാരീരികമായി എപ്പോഴും സെക്സിന് തയ്യാറുള്ള ഒരു വർഗമാണ്. പക്ഷെ അവനെ പ്രോത്സാഹിപ്പിക്കണം. പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആനിമൽ പ്ലാനറ്റൊക്കെ പെണ്ണാണ് ആണിൻ്റെ അടുത്ത് നിന്ന് സെക്സിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ കാര്യം വരുമ്പോൾ പെണ്ണ് അങ്ങനെ പ്രേരിപ്പിക്കാൻ പോവില്ല. എങ്കിലും അവളുടെ ചില ചേഷ്ടകൾ, ചില പെരുമാറ്റങ്ങൾ അതിലൂടെയൊക്കെ ആണ് മനസ്സിലാക്കി ആണ് അടുത്തുകൂടും. അപ്പോൾ ഇതൊക്കെ വലിയ കാര്യമായി എടുക്കേണ്ടുന്ന കാര്യമില്ല. ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞത് അത് വാസ്തവമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സത്യം വിളിച്ച് പറയുന്നവരെ ചീത്ത പറയുക, അവഹേളിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. അവർ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഇത് തികച്ചും മനുഷ്യന് ഉള്ള വികാരമാണ്. അത് അവർ തുറന്നു പറഞ്ഞു. തുറന്നു പറയുന്നവരെ ആഭാസരെന്നും അശ്ലീലക്കാരെന്നും സദാചാര വിരുദ്ധരെന്നും അധർമ്മികളെന്നും ഒക്കെ പറയുന്നത് നമ്മുടെ ഒരു ശീലമാണ്. യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ സ്ത്രീക്ക് പുരുഷനേക്കാൾ 10 മടങ്ങ് അല്ലെ 100 മടങ്ങ് വികാര കൂടുതലുണ്ട്. അത് യാതൊരു സംശയവുമില്ല. അതിനാൽ ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന പെൺകുട്ടിക്ക് അവർ അങ്ങനെ പറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു കാര്യത്തിലല്ല, അത് സപ്പോർട്ട് ചെയ്യുന്നു. അവർ പറഞ്ഞ വാസ്തവമാണ്, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.